എല്ലാ കൂട്ടുകാർക്കും കിങ്ങോസ് വേരിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെ പോണേക്കാൾ മുന്നേ തന്നെ നമുക്ക് അവിടെ പോയിട്ട് തൊഴണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിത് ആ അമ്പലത്തിലെത്തി. ഉണ്ണിയായതിനു ശേഷം നമ്മൾ അവിടെ കൊണ്ടുപോയി തൊഴിയിക്കാമെന്ന് മാത്രം ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എത്തണേക്കാൾ മുന്നൊരു ആഗ്രഹം, ചോറ് കൊടുക്കാൻ പറ്റുമോ, പറ്റിയെങ്കിൽ ചോറ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചോറ് കൊടുക്കാൻ പറ്റും, നേരത്തെ കുട്ടി ബുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനോട് ചോറ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഉണ്ണിക്ക് ചോറ് കൊടുക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് രാവിലെ നേരെ നമ്മൾ അമ്പലത്തേക്ക് വരിക ചെയ്തത്. അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് എല്ലാവരും കൂടി ചോറ് കൊടുത്ത് ഉണ്ണിയുടെ പേര് ചെവിയിൽ വിളിച്ച്, ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്, അന്ന് എന്താണെന്നറിയില്ല, ഒട്ടും തിരക്കോ ഒന്നും ഉണ്ടായില്ല. നമുക്ക് നല്ലപോലെ തൊഴാൻ പറ്റി. അപ്പോൾ ഉണ്ണിക്ക് ചോറ് കൊടുക്കുന്ന ചടങ്ങാണ്. ചില അമ്പലങ്ങളിൽ നമുക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്, ചോറ് കൊടുക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അമ്പലത്തേക്ക് പോകുമ്പോൾ കൊണ്ട് ചെല്ലേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. എന്നാൽ മനസ്സിലൊരാഗ്രഹം തോന്നി പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നമുക്ക് ചോറ് കൊടുക്കാനും ഒക്കെ സാധിച്ചു. ഉണ്ണിനെ കൊണ്ട് ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയി തൊഴിയിക്കാൻ പറ്റി. ഒട്ടും തിരക്കില്ലാതെ നമുക്ക് സമാധാനപടി പോയി തൊഴാനും കാര്യങ്ങൾക്കും എല്ലാം സാധിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചോറ് കൊടുക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. ഒട്ടും തിരക്ക് പിടിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള ചില അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും കൂടി നല്ലപോലെ കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല, ഭയങ്കര തിരക്കും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു തിരക്കോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരോടും കൊടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കി പായസം അതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അത് പുറത്ത് കൊണ്ടുപോയി വെക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമുക്ക് തിരുമേനി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമതാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ പോണ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ നമുക്ക് ഫോണൊന്നും കൊണ്ടു ചെല്ലാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ചോറ് ഉണ്ണിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ചോറ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഇല അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് തിരുമേനി അതവിടെ കാണിച്ചു തന്നു. അതിന് ശേഷം എല്ലാവരും കൈയും മുഖമൊക്കെ കഴുകി ഉണ്ണിയുടെ കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. അതുപോലെ തന്നെ അന്ന് അമ്പലത്തിൽ ഉദയാസ്തമയ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നട അടയ്ക്കും. അതിന് മുന്നേ തിരക്കൊക്കെ ആവണേക്കാൾ മുന്നേ കുട്ടീനെ കൊണ്ടുപോയി തൊഴിയിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരുമേനി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടോ. ഒട്ടും തിരക്കൊന്നും ഉണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ്. പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്നദാനം ഇതുപോലെ കഴിക്കാൻ പറ്റി. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.